നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഇത് ഹനീഫ. ഒരുപാട് വർഷമായിട്ട് ബാഗുകളുടെ ഒക്കെ റിപ്പയർ ചെയ്യുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയ കരകൗശല വിദഗ്ധനാണ്. എത്രയോ മനുഷ്യരുടെ ഉപകരണങ്ങൾ, സഞ്ചികൾ, ബാഗുകൾ അങ്ങനെയുള്ളത് പുള്ളിയുടെ കയ്യിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. എത്രയോ പേർക്ക് അവരുടെ യാത്രകൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടാവും. നമുക്ക് അവരിൽ നിന്ന് പരിചയപ്പെടും. നിങ്ങളെക്കുറിച്ചൊന്ന് പറയൂ. നിങ്ങൾ എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് വന്നത്, ഈ റിപ്പയറിലേക്ക്? ആദ്യം സർക്കാർ ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, പറയൂ. ആദ്യം ഞാൻ ബോംബെയിൽ നിന്നാണ് ജോലി പഠിക്കുന്നത്. ആദ്യം പിന്നെ സ്കൂൾ പഠിപ്പ് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നെ ബോംബെ പോകാൻ അപ്പം ജോലി അന്ന് നോക്കിയതാണ്. അപ്പോൾ അന്ന് കാലത്ത് ഗൾഫല്ലേ മുന്നിൽ വരുന്നത്. അപ്പോൾ റെയിൽവേ ജോലി വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ബോംബെ പോകാൻ പറ്റും. അങ്ങനെ ബാഗിൻ്റെ വർക്ക് പഠിച്ചത്. അന്ന് കേരളത്തിൽ ബാഗില്ല. ഞാൻ അവിടുന്ന് കേരളത്തിൽ ബാഗില്ല അന്ന്. അത് ഏത് വർഷമായിരിക്കും? അത് ഏകദേശം ഒരു 72 കാലഘട്ടം. അത് വലിയൊരു വിപ്ലവമാണ്. പിന്നെ അന്ന് നമ്മൾ ഇവിടുന്ന് പോയിട്ട് അവിടെ ബാഗ് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നൊരു കാലഘട്ടമാണ്. കേരളത്തിൽ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോൾ റബ്ബർ ബാൻഡ്, അലുമിനിയം പെട്ടി ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. വലിയ എലാസ്റ്റിക് അതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വന്ന് കുറച്ച് ആളുകളൊക്കെ വന്ന്, കുറച്ച് മദ്രാസിൽ കുറച്ച് ആളുകൾ വന്ന്, ബോംബെയിൽ കുറച്ച് ആളുകൾ വന്നിട്ടാണ് ഇവിടെ പള്ളിപ്പുറം പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്, കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവിടെ കേരളത്തിൽ കംപ്ലീറ്റ് പിന്നെ വികസിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ കോഴിക്കോട് വന്നിട്ട് 25 കൊല്ലമായി ഇപ്പൊ നമ്മൾ ബാഗിന്റെ. അപ്പൊ ആദ്യം എവിടെ സ്റ്റാർട്ട് ചെയ്തത്? ബോംബെയിലൊന്നും പഠിച്ചതൊക്കെ. എന്നിട്ട് അവിടെ എത്ര കാലം ഉണ്ടായി? അവിടെ 10 വർഷമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ പള്ളിപ്പുറം സ്റ്റാർട്ട് ചെയ്തു. മലപ്പുറം, പാലക്കാട് ജില്ല. പള്ളിപ്പുറത്ത് കുറെ കമ്പനികളുണ്ട്. എന്റെ താവഴികളായിട്ട് ഇങ്ങനെ കുറെ കമ്പനികളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനി ഇപ്പൊ പള്ളിപ്പുറത്ത് ഉണ്ടാവുക, നമ്മുടെ ഈ ഫീൽഡ്, ബാഗിന്റെ ഫീൽഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കോഴിക്കോട് ഉണ്ടാവും. അപ്പോൾ അത്രയും ആളുകളുണ്ട് ഈ ബാഗിന്റെ ഫീൽഡ്. നമ്മളിപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങള് ചരിത്രത്തിലെ ഒരു വലിയൊരു എന്താ പറയാ, ചരിത്രത്തിന് സാക്ഷിയാണെന്ന് പറയാം. കാരണം നമ്മുടെ സാങ്കേതിക വിദ്യ മാറുന്ന, കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് സഞ്ചി പോലെയായിരുന്നു. അല്ലെങ്കിൽ പുസ്തകങ്ങള് എലാസ്റ്റിക് പിന്നെ വിപ്ലവമല്ലേ വന്നത്. ബോംബെ പോയിട്ടാണ് നമ്മൾ ബാഗിന്റെ കുറേശ്ശെ ഒരു കൂട് മാതിരി ആദ്യം ഉണ്ടാക്കി. പിന്നെ ഒരു ചെറിയ ചോറൊക്കെ കൊണ്ടുവന്ന ഒരു കൂടുണ്ടാക്കി. അങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് കുറേശ്ശെ പുരോഗമനം വന്നിട്ടാണ് ഇപ്പൊ ഇട്ടുള്ള ഈ കുഴപ്പത്തിൽ. അപ്പൊ ഈ പള്ളിപ്പുറത്ത് നിന്ന് ഇവിടേക്ക് എപ്പോഴാണ്? ഇവിടുന്ന് 25 കൊല്ലം കൂടും. അപ്പൊ നിങ്ങളുടെ ഈ ജോലിയിലുള്ള ഒരു നിങ്ങൾ പ്രത്യേകമായ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. ചിലർക്ക് വളരെ ഉപകാരപ്പെട്ടത്. ഇത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ഇന്ന ചെറുത് വരുന്നതുകൊണ്ടാണ്. ചെറിയ ആളുകൾ വരുന്നുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരും വരുന്നുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ അവരൊക്കെ വലിയ വില പിടിപ്പുള്ള ബാഗുകളൊക്കെ കേടുവന്നാൽ അവർ വന്നിട്ട് നേരാക്കി കൊണ്ടുപോകും. എല്ലാവരും വരും. എല്ലാവരും വരും. ഇത് 15,000 20,000 ഒക്കെ വില വരുന്ന ബാഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ റിപ്പയറൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരിയാക്കി കൊടുക്കുന്നു. എല്ലാവരും വരും. നല്ല കുറേ ആളുകളായിട്ട് പരിചയപ്പെടാനും അവരെ ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ബാഗ് ഉണ്ടാക്കുന്ന ആളാട്ടോ. എൻ്റെ ബാഗ് ഡിസൈൻ ചെയ്ത് എനിക്ക് വേണ്ടി പുതിയൊരു ബാഗ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ തിരക്കാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ബാഗ് ഞാൻ വീണ്ടും ഉണ്ടാക്കിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഭാവി പരിപാടികൾ? ഭാവി ഇതുപോലെ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ തന്നെ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. പഠിക്കുന്നവരെന്തെങ്കിലും മുമ്പോട്ട് പോകാൻ. പ്രത്യേക എന്തെങ്കിലും സ്വപ്നങ്ങളോ? അങ്ങനെയൊന്നുമില്ല. കുട്ടികളൊക്കെ നല്ല ഇതിലാണ്. ദുബൈയിലുണ്ട്. പിന്നെ ഒരാൾ ഇതേപോലെ ബാഗിന്റെ കടയിലുണ്ട്. ഇവിടെ കുറച്ചപ്പുറത്ത് ഗാന്ധിഗിരി രണ്ട് കുട്ടികൾ ദുബൈയിലുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വളരെ ഹാപ്പി ആയിട്ട് പോകും. വളരെ ഹാപ്പി ആയിട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ വളരെ ഒരുപാട് പേർക്ക് ഇനിയും സർവീസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് ഇത്രയും സമയം അനുവദിച്ചതിന്, നിങ്ങളുടെ വെല്ലുവിളിച്ച സമയം അനുവദിച്ചതിന്